എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വന്നിരിക്കുന്നതിന് മെയിൻ കാര്യം ഓയിലിനെ കുറിച്ച് പറയാൻ, ഹെയർ ഓയിലിനെ കുറിച്ച് പറയാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്നും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കുമോ എന്ന്. ഇപ്പം ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് കിട്ടത്തില്ലേ സാധാരണ വെളിച്ചെണ്ണ, ആ സാധാരണ വെളിച്ചെണ്ണയൊക്കെയാണ് നമ്മൾ തേച്ചിട്ടുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് എന്നാൽ അത് മാത്രം തേച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. ചിലപ്പോൾ ഞാൻ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും, ചിലപ്പോൾ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഉപയോഗിക്കും. അല്ലെങ്കിൽ സാധാരണ നമ്മളത് ഓരോ സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഈ പച്ച വെളിച്ചെണ്ണ ഉണ്ടായെന്ന് വരത്തില്ല. അപ്പം നമുക്ക് ഈ ചെറിയ ബോട്ടിൽ കിട്ടുമല്ലോ പാരച്യൂട്ടിൻ്റെ ഒക്കെ വെളിച്ചെണ്ണ, അപ്പം അത് ഉപയോഗിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന ഓയിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇന്ന ഹെയർ ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ വന്നതിന് ശേഷം കുറച്ച് നമ്മൾ നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രകൃതിദത്തമായ സംഗതികളൊക്കെ ഉണ്ട്. മീൻസ് നമ്മുടെ എന്താണ്, ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി ഇലയുണ്ട്. അങ്ങനെ നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാനും ഒക്കെ പറ്റും. അത് നമ്മുടെ ആ ചുറ്റുപാടിലും ഒക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അതൊക്കെ പറ്റും. പക്ഷെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസം മുടിക്കുണ്ട്. ഒരുപാട് വ്യത്യാസം എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു പുറത്തുനിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം മാറുമ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിന് മുമ്പും ഇവിടെ ഇങ്ങനെ ബാംഗ്ലൂർ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ടും പിന്നെ മാറി മാറി വെള്ളം യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടും മുടിക്ക് വെള്ളത്തിൻ്റെതായ പ്രശ്നം വലുതായിട്ട് വരുന്നില്ല. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ തണുപ്പ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുടിയുടെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇപ്പം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനപ്പം എന്ത് ചെയ്യണം, നമുക്ക് ഈ മുടി കൊഴിച്ചിലായിട്ടില്ല, താരനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്മൾ വീട്ടിലായിരുന്നപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ കെയർ ചെയ്തോ അതുപോലൊന്നും നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ഞാൻ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് വീഡിയോ ഒക്കെ ഇടാൻ പറ്റും. ഇതിപ്പം ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാച്ചിയ വെളിച്ചെണ്ണ. ഞാൻ അങ്ങനെ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തത് കൊണ്ട്, പക്ഷെ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ എണ്ണയും. പിന്നെ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് കോക്കനട്ട് ഓയിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം, അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് കാച്ചി അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പം ഇങ്ങനെ മുടിക്ക് ഡാൻഡ്രഫ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായപ്പം ഞാൻ ഓർത്തു, നമ്മളിപ്പോൾ താമസിക്കുന്ന അവിടെ ടെറസിൽ ചേട്ടൻ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തും അതുണ്ട് അവിടെ. അപ്പോഴത്തേക്കും അതൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ വെച്ച് ഞാനൊരു കാച്ചിയ വെളിച്ചെണ്ണ തയ്യാറാക്കാമെന്ന് ഓർത്തു. ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയതാണ്, ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒന്നുമല്ല. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ദോഷമില്ല, നമുക്ക് എപ്പോഴും നല്ലതേ ഉള്ളൂ. പ്രകൃതിയിൽ നിന്നുള്ള ഒന്നും കെമിക്കലായിട്ടുള്ള ഒന്നുമില്ല. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതൊന്നുമല്ല. ഞാനത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി. അതിപ്പം ഇന്നൊന്ന് തല തേക്കുക, ഒന്ന് മസാജിങ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഹെയർ ഏറ്റവും മസ്റ്റായിട്ടൊന്നുള്ള വേണ്ടാണ് മസാജിങ്. നല്ല മസാജിങ് ഹെയറിന് നമ്മൾ കൊടുക്കണം. അപ്പം ഹെയറിന് നല്ല മസാജിങ് കൊടുക്കണം. എപ്പോഴും നമ്മൾ ഹെയറിലെ എണ്ണ തേക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ചെടക്ക് കളയണം. ഒന്നെങ്കിൽ നമ്മൾ രണ്ട് വശം നേരെ പോർഷനിൽ വകന്നിട്ട് രണ്ട് വശം എടുത്ത് വകരുക. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. സൈഡ് പോർഷൻ ആണെങ്കിൽ സൈഡ് പോർഷൻ,
അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ ഈ മുടി നമ്മൾ ചീകുമ്പോഴും കോതുമ്പോഴും എണ്ണ തേക്കും നമ്മുടെ കയ്യിൽ റിങ് വള അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വെച്ചിട്ട് ഇല്ലെങ്കിൽ ഉടക്കി മുടി പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല്ലകലമുള്ള ചീപ്പുകൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയാം. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ ചീപ്പ് കുറേ നാളുകളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. നമ്മൾക്ക് ഈ ചീപ്പിട്ട് നമ്മളിങ്ങനെ ചീകുമ്പോൾ നമ്മുടെ ഹെയർ നല്ലതായിട്ട് ഇതിപ്പോൾ തന്നെ ചെടക്കുണ്ട്. ഞാൻ ജസ്റ്റ് ഓൾറെഡി ഒരു ചെടക്ക് കളഞ്ഞതായിരുന്നു. ചെടക്ക് കളഞ്ഞിട്ടാണ് ഈ വീഡിയോയുടെ മുന്നിൽ വന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് എൻ്റെ ഹെയർ ചെട പിടിക്കുന്ന ഹെയറാണ്. അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ട് ചെടക്ക് കളയും. ഭയങ്കര ചെടക്ക, മുടിയിലൊക്കെ ചെടക്കും ഒക്കെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെടക്കാണ്. ഞാൻ പിന്നെ ഈയിടെ വെഡിങ് എൻഗേജ്മെന്റിനൊക്കെ ഒന്ന് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ മുടി നന്നായിട്ട് ചെടക്കളെ പല്ലകലമുള്ള ചീപ്പുകൾ നമ്മൾ ഉപയോഗിച്ച് വേണം പിന്നെ മുടി ചീകാനായിട്ട്. ഒരിക്കലും പല്ല് അടുപ്പിച്ചിട്ടുള്ള ചീപ്പിട്ട് നമ്മൾ ഒരിക്കലും മുടി ചീകരുത്. പല്ലകലമുള്ള ചീപ്പിട്ട് വേണം നമ്മൾ മുടി ചീകാനായിട്ട്. മുടി നന്നായിട്ട് ചെടക്ക് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ എൻ്റെ പോലുള്ള ഹെയർ ഉള്ളവർക്കൊക്കെയാണ് പെട്ടെന്ന് എന്നെയൊക്കെ സംബന്ധിച്ച് പെട്ടെന്ന് ചെട പിടിക്കുന്ന ഹെയർ ആണ് എൻ്റെയൊക്കെ. ചിലവർ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറിനൊന്നും അത്രയും വരത്തില്ല. എൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് ചെടക്ക് പിടിക്കുന്ന ഹെയർ ആണ്. അപ്പം ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഹെയർ ഓയിലാണ് ഇത്. ഞാൻ ഇത് ഒരു യൂസിനാട്ടോ, എൻ്റെ ഇന്നത്തെ ഒരു യൂസിനുള്ള എണ്ണ മാത്രമേ ഞാൻ കാച്ചിയിട്ടുള്ളൂ. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ബോട്ടിലൊന്നും ആക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് മാത്രം ഒന്ന് കാച്ചിയത്. ജസ്റ്റ് ഇന്നത്തേക്ക് മാത്രം എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട്. ഇതിപ്പോൾ എനിക്ക് ഇന്നത്തേക്കല്ല, ഒരു 2-3 ദിവസത്തേക്കാണ്. അതിപ്പോൾ ഞാൻ ഗ്ലാസ് സൂക്ഷിക്കാൻ പറഞ്ഞു. പിന്നെ എടുക്കാനുള്ള എളുപ്പത്തിനും ഇങ്ങനെ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നും എൻ്റെ ഹെയർ ഓയിൽ മസാജിങ്ങും കാര്യങ്ങളും എല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഹെയറിൽ നമുക്ക് ഹെയറിന് ഉപകാരപ്പെടുന്ന, ഹെയറിലും സ്കിന്നിനും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് വിറ്റാമിൻ ഇയുടെ ഈ ക്യാപ്സ്യൂൾ കേട്ടോ. ഇത് ഭയങ്കര നല്ലൊരു ഇതാണ്. പക്ഷേ ഞാൻ ഇതുപോലെ ഭയങ്കരമായിട്ടങ്ങ് ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവോ ഒന്നും ചെയ്തിട്ടൊരു സൈഡ് സൗണ്ട് വരുന്നത് അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ സൗണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് സൈഡ് കേൾക്കുന്നത്. ഭയങ്കരമായിട്ടൊന്ന് അങ്ങനെയുള്ള കെയർ എനിക്ക് ഓരോ നല്ല ഇതൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പക്ഷെ സ്കിന്നിന്റെ കാര്യമാണ്. പക്ഷെ ഹെയറിൽ ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ മുടിയുടെ കാര്യത്തിൽ. അത് ഇപ്പം എത്ര തിരക്കാണേലും ഞാൻ എൻ്റെ മുടിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. എനിക്ക് കുഞ്ഞിനെ മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒന്നാണ് മുടി എന്ന് പറയുന്നത്. അതുകൊണ്ട് മുടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ദൈവം സഹായിച്ച് ഈ സമയം വരെയും ഒരു കുഴപ്പമില്ല. നാളെ എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ അതിനെ എവിടെ പോയാലും സൂക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, അത്യാവശ്യം വേണ്ട സംഗതികളൊക്കെ കൊടുക്കുന്നുണ്ട് എവിടെ ചെന്നാലും. അപ്പം ഇപ്പം ഞാൻ ടെറസിൽ നോക്കിയപ്പോൾ അവിടെ കറ്റാർവാഴയുണ്ട്. ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഇത് നമ്മൾ തലയിൽ തേക്കുന്ന സാധാരണ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ മതി കേട്ടോ. ഈ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തലയിൽ നന്നായിട്ട് മസാജിങ് കൊടുക്കുകയാണെങ്കിൽ ഹെയറിന് നല്ല ബെസ്റ്റ് സാധനം ഇത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത് കേട്ടോ. ചിലപ്പം മറ്റുള്ളവർ അയ്യോ അത് നെഗറ്റീവ്, അങ്ങനെ എനിക്ക് ചെയ്തിട്ട് ഉപകാരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഈ ക്യാപ്സ്യൂൾ ചെയ്തിട്ട് എനിക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിന് ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ സാധാ ഗ്ലിസറിനകത്ത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ടിട്ട് സ്കിന്നിൽ തേച്ചിട്ട് അതും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഈ സ്കിന്നൊക്കെ ഒരുമാതിരി എന്താ പറയുന്നത് എണ്ണ മെഴുകിയിരിക്കുന്ന പോലൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ ടെറസിൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ എടുത്ത കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്നും മെയിനായിട്ട് വേണ്ടത് മസ്റ്റായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാണ്. ഈ പറയുന്ന ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം നമുക്ക് വേണ്ടതാണ്. ഒന്ന് കറ്റാർവാഴ നല്ലൊരു സാധനം അല്ലേ. അപ്പം കൂടുതലും നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു കറ്റാർവാഴ തൈ നമുക്ക് എവിടെ ചെന്നാലും കിട്ടും അല്ലേ. ഇപ്പം വിലയ്ക്കാണെങ്കിലും കിട്ടും. ഒരു കറ്റാർവാഴ തൈ വെച്ചിട്ട് അതൊരു ചാക്കിനകത്തോട്ട് വെച്ചിട്ട് മണ്ണൊക്കെ എടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് അവിടെ നിന്നോളും, വളർന്നോളും. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വേറെ കെമിക്കൽസ് ഒന്നും തന്നെ അതിനകത്തില്ല. അപ്പൊ കറ്റാർവാഴ വേണം.
ഞാൻ നോക്കിയപ്പോൾ കറ്റാർവാഴ എടുത്തു. പിന്നെ കറിവേപ്പില ഞാൻ ഒരു രണ്ടോ മൂന്നോ തണ്ടെടുത്തു. പിന്നെ എടുത്തത് പനിക്കൂർക്ക ഞാൻ ഒരു 2 ഇതൾ എടുത്തു കേട്ടോ. എനിക്ക് ഇതൊക്കെ നല്ലതെന്ന് തോന്നിയോണ്ട് ഞാൻ എടുത്താണ് പനിക്കൂർക്ക. അപ്പൊ പനിക്കൂർക്ക എടുത്തു. പിന്നെ അപ്പം പിന്നെ തുളസി നല്ലതാ കേട്ടോ. തുളസി വേണം. തുളസി ഉള്ളവര് തുളസി എടുത്തോണം. എനിക്കിവിടെ തുളസി ഇല്ലാഞ്ഞോണ്ട് ഞാൻ തുളസി എടുത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം കൂടെ പിന്നെ ഒരു പാത്രം എടുത്തു, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ആ കറ്റാർവാഴയുടെ സൈഡിലത്തെ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ ഇതെടുത്തു, ആ ജെല്ലെടുത്തിട്ട് അതും പനിക്കൂർക്ക, കറിവേപ്പില ഇതെല്ലാം കൂടെ, പിന്നെ വേറെ എന്തോ ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയത്. തുളസി ഉണ്ടെങ്കിൽ തുളസി ഇടാം കേട്ടോ, ഞാൻ തുളസി ഇല്ലാഞ്ഞോണ്ട് തുളസി ഇട്ടില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഇടിക്കല്ലുണ്ടല്ലോ, ആ ഇടിക്കല്ലെ വെച്ച് നന്നായിട്ടൊന്ന് ഇടിക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് ഇടിച്ച് അത് ഞാൻ അതിന്റെ പിഴിഞ്ഞ് ചാറെടുക്കുക ഒന്നും ചെയ്തില്ല. ഞാൻ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇടിച്ചിട്ട് ഇപ്പം പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട്, എണ്ണ ഒരുപാട് വെട്ടിത്തിളക്കിയത്. ഈ എണ്ണ കാച്ചുന്നതിനൊക്കെ ഓരോ രീതികളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. എനിക്കതൊന്നും അറിയത്തില്ല. ഞാനപ്പോൾ ജസ്റ്റ് പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചതിനകത്തോട്ട് ഇടിച്ചു വെച്ച ഫുൾ സാധനം അതിനകത്തോട്ട് ഇട്ടു. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തു. അപ്പൊ ലേശം ഒന്ന് എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ആറാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം പതുക്കെ പിഴിഞ്ഞ് എടുത്തതാണ്. അത്യാവശ്യം നല്ല കാച്ചിയ മണമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഇതിൽ നിന്ന് നമുക്ക് മുടി കൊഴിഞ്ഞു പോവോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കൊന്നും പേടിക്കാതെ യൂസ് ചെയ്യാം. നമുക്ക് പുറത്തുനിന്ന് നമ്മൾ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ, ഇതിന്റെ ഹെയർ പിടിക്കും. ഇതെന്നൊക്കെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനം, നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മളെടുത്ത് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അപ്പം ഞാൻ ഈ എണ്ണയാണ് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം അത് ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതും ഞാൻ ഹെയറിൽ മസാജ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാനിത് നന്നായിട്ട് നമുക്ക് ചെട കളയുക. നന്നായിട്ട് ചെടക്ക് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നടുക്കൂന്ന് ഇങ്ങനെ മുടി എടുത്തിട്ട് 2ആയിട്ട് പകന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടാമെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഈ ചെയറിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ശകലം എണ്ണ എടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് തലോട്ടിയിലൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കും. നന്നായിട്ട് നമ്മൾ മസാജിങ് കൊടുക്കണം ഹെയറിന് കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ മസാജിങ് ഹെയറിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ബ്ലഡ് സർക്കുലേഷനാണ്. നല്ലതായിട്ട് മസാജിങ് ഹെയറിന് കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് കൊടുക്കുക. നന്നായിട്ട് ചെടക്കൊക്കെ കളഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് മസാജ് കൊടുക്കുക. തിരിഞ്ഞും മറിഞ്ഞും നമ്മളിങ്ങനെ കമന്നൊക്കെ കടന്ന് നമുക്ക് മസാജിങ് എടുക്കാം. ഞാൻ എൻ്റെ ഹെയർ മസാജിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി ഒന്ന് കാണണം. അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ നന്നായിട്ട് നമ്മുടെ തലോട്ടിയിലാണ് നല്ലതുപോലെ എണ്ണ പിടിക്കണം. അപ്പം അതുപോലെ നമ്മൾ നല്ലതായിട്ട് ഇതുപോലെ മസാജ് ചെയ്യുക. മുടിയുടെ മേള് മുതൽ താഴെ വരെയും നമ്മൾ നല്ലതുപോലെ ചടയൊക്കെ കളഞ്ഞ് ഇതുപോലെ എണ്ണ തേക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്, അതാണ് ഇങ്ങനെ. അപ്പം നല്ലതായിട്ട് മസാജ് ചെയ്യണം. അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിടന്ന് സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. ഇതുപോലെ നല്ലതുപോലെ അപ്ലൈ ചെയ്തോണം. പുറകിലും മുന്നിലും ഒക്കെ നമ്മുടെ ഈ തലോട്ടിയിൽ ഇവിടെ ഒക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഭയങ്കര ആയാസപ്പെട്ടൊന്നും നമ്മൾ തലയോട്ടി മസാജ് ചെയ്യരുത്. സോഫ്റ്റായിട്ട് നമ്മളൊന്ന് തലോട്ടിയിൽ ഇങ്ങനെ മസാജ് ചെയ്യുക. മുന്നിലും പുറകിലും ഇവിടെയൊക്കെ നമുക്ക് നെറ്റിയിലും ഇവിടെ എല്ലാം നമ്മൾ മസാജ് ചെയ്യുക.
എന്നിട്ട് ഇതുപോലെ നമ്മൾ എണ്ണ എടുത്തിട്ട് മസാജ് ചെയ്യാൻ പോകണം. ഞാൻ ഇപ്പം ഇങ്ങനെ വോയിസ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വോയിസ് കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ടെറസിൻ്റെ മേളിൽ വന്നിട്ട് ടെറസിൻ്റെ അവിടെ വന്നിട്ട് ചെയ്യാമെന്നോർത്ത് ഹെയർ മസാജ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ നമ്മൾ നന്നായിട്ട് നമ്മുടെ എണ്ണ നമ്മൾ മസാജ് ചെയ്യുന്ന നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ എത്തണം കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മസാജ് ചെയ്യുക. നമ്മൾ കമന്ന് കടന്ന് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണ്, ഹെയർ ഗ്രോത്തിനും കാര്യത്തിനും ഒക്കെ നല്ലതാണ്. അങ്ങനെ ഹെയർ നന്നായിട്ട് ഓയിൽ ഉപയോഗിച്ച് എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുക. എനിക്കിത് തലയിൽ തേച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്കെൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തേച്ചപ്പോൾ നല്ല തണുപ്പാണ്, നല്ല സുഖം നമ്മുടെ തലയ്ക്ക്. ഒരാൾ ആരെങ്കിലും നമുക്ക് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് തരാനും കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റും കേട്ടോ. അതുപോലെ നല്ല 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 മസാജിങ് നല്ലതായിട്ട് കൊടുക്കണം കേട്ടോ ഹെയറിന്. അപ്പോൾ ആരെങ്കിലും നമുക്ക് മസാജ് ചെയ്യാനും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ, അങ്ങനെ ഒരാൾ ചെയ്ത് തരാനുണ്ടെങ്കിൽ. അങ്ങനെ മുടിയുടെ എപ്പോഴും നമ്മൾ തലോട്ടി സ്കാൽപ്പ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, നമ്മുടെ മുടിയുടെ അറ്റവും കൂടെ നോക്കണം കേട്ടോ. അറ്റത്തും കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് അതിനെയൊന്ന് ഇതാക്കിക്കണം കേട്ടോ. നല്ലതായിട്ട് എണ്ണയൊക്കെ തേച്ച് ഞാൻ മുടിയുടെ മേട് മുതൽ താഴെ വരെ നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷം നന്നായിട്ട് റൗണ്ട് കെട്ടി വെച്ച് ഞാനൊരു 1 ഹവറെങ്കിലും ഇരിക്കും കേട്ടോ. എനിക്കിപ്പം നീർക്കെട്ടോ അല്ലെങ്കിൽ പിന്നെ പനിയോ ജലദോഷം അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് മണിക്കൂറുകൾ നേരം എണ്ണ തേച്ച് തലോട്ടിയെ തേച്ച് പിടിപ്പിച്ച് ഇതുപോലെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഹെയർ ഓയിൽ. എൻ്റെ ഹെയർ ഓയിൽ ഏതാണെന്ന് ചോദിച്ചവരോടും കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമോ എന്നൊക്കെ ഒരു വീഡിയോ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോഴത്തെ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും എനിക്കിപ്പോഴാണ് ഇടാൻ പറ്റിയത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് റൗണ്ടിൽ ഇങ്ങനെ കെട്ടിവെച്ചു. പിന്നെ ഞാൻ പോയി ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ചു. അപ്പം നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പം പോയി കുളിച്ചു. പിന്നെ ഉണ്ടായിരുന്നു കുറച്ച് എണ്ണ എടുത്തിട്ട് എന്തെടുത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പിരിയത്തേലും ഒക്കെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് തേച്ചിട്ട് ഈ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ഒന്ന് തലോട്ടിയിലൊക്കെ തേച്ചിട്ട് നമ്മുടെ പിരിയമില്ലേ പുരികത്തേലും ഒക്കെ ഒന്ന് തേച്ച് കേട്ടോ. പുരികത്തേലും നമ്മുടെ ഐലാഷയിലും ഒക്കെ ഒന്ന് തേച്ചു. അങ്ങനെയൊക്കെ ഒന്ന് തേച്ച് ജസ്റ്റ് ഫ്രണ്ടിലും ഒക്കെ ഒന്ന് തേച്ച് മുടിയൊക്കെ കെട്ടിവെച്ചു. പിന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ്. ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വന്നിരിക്കുന്നതിന് മെയിൻ കാര്യം ഓയിലിനെ കുറിച്ച് പറയാൻ, ഹെയർ ഓയിലിനെ കുറിച്ച് പറയാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്നും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കുമോ എന്ന്. ഇപ്പം ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് കിട്ടത്തില്ലേ സാധാരണ വെളിച്ചെണ്ണ, സാധാരണ വെളിച്ചെണ്ണയൊക്കെയാണ് നമ്മൾ തേച്ചിട്ടുള്ളത്. അല്ലാതെ പ്രത്യേകിച്ച് എന്നാൽ അത് മാത്രം തേച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. ചിലപ്പോൾ ഞാൻ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും, ചിലപ്പോൾ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഉപയോഗിക്കും. അല്ലെങ്കിൽ സാധാരണ നമ്മളത് ഓരോ സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഈ പച്ച വെളിച്ചെണ്ണ ഉണ്ടായെന്ന് വരത്തില്ല. അപ്പം നമുക്ക് ഈ ചെറിയ ബോട്ടിൽ കിട്ടുമല്ലോ പാരച്യൂട്ടിൻ്റെ ഒക്കെ വെളിച്ചെണ്ണ, അപ്പം അത് ഉപയോഗിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇന്ന ഓയിൽ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇന്ന ഹെയർ ഓയിൽ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ വന്നതിന് ശേഷം കുറച്ച് നമ്മൾ നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പ്രകൃതിദത്തമായ സംഗതികളൊക്കെ ഉണ്ട്. മീൻസ് നമ്മുടെ എന്താണ് ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി ഇലയുണ്ട്. അങ്ങനെ നമുക്ക് നാടൻ രീതിയിൽ നമുക്ക് നമ്മുടെ മുടിയെ സംരക്ഷിക്കാനും ഒക്കെ പറ്റും. നമ്മുടെ ആ ചുറ്റുപാടിലും ഒക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അതൊക്കെ പറ്റും. പക്ഷെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസം മുടിക്കുണ്ട്. ഒരുപാട് വ്യത്യാസം എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് ഒരു പുറത്തുനിന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് വെള്ളം മാറുമ്പോഴത്തേക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിന് മുമ്പും ഇവിടെ വന്നിട്ടുള്ളത് ഇങ്ങനെ ബാംഗ്ലൂർ നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ടും പിന്നെ മാറി മാറി വെള്ളം യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടും മുടിക്ക് വെള്ളത്തിൻ്റെതായ പ്രശ്നം വലുതായിട്ട് വരുന്നില്ല.
പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ തണുപ്പ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുടിയുടെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇപ്പം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനപ്പം എന്ത് ചെയ്യണം, നമ്മളിപ്പം നമുക്ക് ഈ അങ്ങനെ മുടി കൊഴിച്ചിലായിട്ടില്ല, താരനുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമ്മൾ വീട്ടിലായിരുന്നപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ കെയർ ചെയ്തോ അതുപോലൊന്നും നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് സമയം കിട്ടുന്നില്ല, പിന്നെ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ഞാൻ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് വീഡിയോ ഒക്കെ ഇടാൻ പറ്റും. ഇതിപ്പം ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാച്ചിയ വെളിച്ചെണ്ണ. ഞാൻ അങ്ങനെ കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തത് കൊണ്ട്, പക്ഷെ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ സാധാരണ എണ്ണയും, പിന്നെ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് കോക്കനട്ട് ഓയിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം, അങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് കാച്ചി അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പം ഇങ്ങനെ മുടിക്ക് ഡാൻഡ്രഫ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായപ്പം ഞാൻ ഓർത്തു, നമ്മളിപ്പോൾ താമസിക്കുന്ന അവിടെ ടെറസിൽ ചേട്ടൻ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തും അതുണ്ട് അവിടെ. അപ്പോഴത്തേക്കും അതൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ വെച്ച് ഞാനൊരു കാച്ചിയ വെളിച്ചെണ്ണ തയ്യാറാക്കാമെന്ന് ഓർത്തു. ഞാൻ സ്വന്തമായിട്ട് തയ്യാറാക്കിയതാണ്, ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒന്നുമല്ല. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ദോഷമില്ല, നമുക്ക് എപ്പോഴും നല്ലതേ ഉള്ളൂ. പ്രകൃതിയിൽ നിന്നുള്ള ഒന്നും കെമിക്കലായിട്ടുള്ള ഒന്നുമില്ല. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു എണ്ണ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതൊന്നുമല്ല. ഞാനത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി. അതിപ്പം ഇന്നൊന്ന് തല തേക്കുക, ഒന്ന് മസാജിങ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഹെയർ ഏറ്റവും മസ്റ്റായിട്ടൊന്നുള്ള വേണ്ടാണ് മസാജിങ്. നല്ല മസാജിങ് ഹെയറിന് നമ്മൾ കൊടുക്കണം. അപ്പം ഹെയറിന് നല്ല മസാജിങ് കൊടുക്കണം. എപ്പോഴും നമ്മൾ ഹെയറിലെ എണ്ണ തേക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ചെടക്ക് കളയണം. ഒന്നെങ്കിൽ നമ്മൾ രണ്ട് വശം നേരെ പോർഷനെ പകർന്നിട്ട് രണ്ട് വശം എടുത്ത് പകരുക, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. സൈഡ് പോർഷൻ ആണെങ്കിൽ സൈഡ് പോർഷൻ അങ്ങനെയൊക്കെ പകർന്നിട്ട്, പിന്നെ ഈ മുടി നമ്മൾ ചീകുമ്പോഴും കോതുമ്പോഴും എണ്ണ തേക്കും, നമ്മുടെ കയ്യിൽ റിങ് വള അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വെച്ചിട്ട്, ഇല്ലെങ്കിൽ ഉടക്കി മുടി പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല്ലകലമുള്ള ചീപ്പുകൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയാം. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഈ ചീപ്പ് കുറേ നാളുകളായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. നമ്മൾക്ക് ഈ ചീപ്പിട്ട് നമ്മളിങ്ങനെ ചീകുമ്പം നമ്മുടെ ഹെയർ നല്ലതായിട്ട്, ഇതിപ്പം തന്നെ ചെടക്കുണ്ട്. ഞാൻ ജസ്റ്റ് ഓൾറെഡി ഒരു ചെടക്ക് കളഞ്ഞതായിരുന്നു. ചെടക്ക് കളഞ്ഞിട്ടാണ് ഈ വീഡിയോയുടെ മുന്നിൽ വന്നത്. പക്ഷെ ഇത് പെട്ടെന്ന് എൻ്റെ ഹെയർ ചെട പിടിക്കുന്ന ഹെയറാണ്. അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ട് ചെടക്ക് കളയും. ഭയങ്കര ചെടക്ക, മുടിയിലൊക്കെ ചെടക്കും ഒക്കെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ചെടക്കാണ്. ഞാൻ പിന്നെ ഈയിടെ വെഡിങ് എൻഗേജ്മെൻറ്റിനൊക്കെ ഒന്ന് മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ, അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ, മുടി നന്നായിട്ട് ചെടക്കളെ പല്ലകലമുള്ള ചീപ്പുകൾ നമ്മൾ ഉപയോഗിച്ച് വേണം പിന്നെ മുടി ചീകാനായിട്ട്. ഒരിക്കലും പല്ല് അടുപ്പിച്ചിട്ടുള്ള ചീപ്പിട്ട് നമ്മൾ ഒരിക്കലും മുടി ചീകരുത്. പല്ലകലമുള്ള ചീപ്പിട്ട് വേണം നമ്മൾ മുടി ചീകാനായിട്ട്. മുടി നന്നായിട്ട് ചെടക്ക് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇപ്പം എൻ്റെ പോലുള്ള ഹെയർ ഉള്ളവർക്കൊക്കെയാണ് പെട്ടെന്ന് എന്നെയൊക്കെ സംബന്ധിച്ച് പെട്ടെന്ന് ചെട പിടിക്കുന്ന ഹെയറാണ് എൻ്റെയൊക്കെ. ചിലവർ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയറിനൊന്നും അത്രയും വരത്തില്ല. എൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് ചെടക്ക് പിടിക്കുന്ന ഹെയറാണ്. അപ്പം ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഹെയർ ഓയിലാണ് ഇത്. ഞാൻ ഇത് ഒരു യൂസിനാട്ടോ, എൻ്റെ ഇന്നത്തെ ഒരു യൂസിനുള്ള എണ്ണ മാത്രമേ ഞാൻ കാച്ചിയിട്ടുള്ളൂ. അപ്പം അത് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സിനകത്തോട്ട് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. ബോട്ടിലൊന്നും ആക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് മാത്രം ഒന്നും കാച്ചിയത്, ജസ്റ്റ് ഇന്നത്തേക്ക് മാത്രം. എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട്, ഇതിപ്പോൾ എനിക്ക് ഇന്നത്തേക്കല്ല, ഒരു 2-3 ദിവസത്തേക്കാണ്. അതിപ്പോൾ ഞാൻ ഗ്ലാസ് സൂക്ഷിക്കാന്ന് പറഞ്ഞു. പിന്നെ എടുക്കാനുള്ള എളുപ്പത്തിനും ഇങ്ങനെ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഇത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നും എൻ്റെ ഹെയർ ഓയിൽ മസാജിങ്ങും കാര്യങ്ങളും എല്ലാം ഞാനിപ്പോൾ ചെയ്യുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഹെയറിൽ നമുക്ക് ഹെയറിന് ഉപകാരപ്പെടുന്ന, ഹെയറിലും സ്കിന്നിനും നമുക്ക് ഉപകാരപ്പെടുന്നതാണ് വിറ്റാമിൻ ഇയുടെ ഈ ക്യാപ്സ്യൂൾ കേട്ടോ. ഇത് ഭയങ്കര നല്ലൊരു ഇതാണ്. പക്ഷേ ഞാൻ ഇതുപോലെ ഭയങ്കരമായിട്ടങ്ങ് ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുവോ ഒന്നും ചെയ്തില്ല. ഒരു
സൈഡ് സൗണ്ട് വരുന്നത് അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ്. അതിന്റെ സൗണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് സൈഡിൽ കേൾക്കുന്നത്. ഭയങ്കരമായിട്ടൊന്ന് അങ്ങനെയുള്ള കെയർ എനിക്ക് ഓരോ നല്ല ഇതൊക്കെ ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പക്ഷെ സ്കിന്നിന്റെ കാര്യമാണ്. പക്ഷെ ഹെയറിൽ ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ, മുടിയുടെ കാര്യത്തിൽ. അത് ഇപ്പം എത്ര തിരക്കാണേലും ഞാൻ എൻ്റെ മുടിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. എനിക്ക് കുഞ്ഞിനെ മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഒന്നാണ് മുടി എന്ന് പറയുന്നത്. അവിടെ മുടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ദൈവം സഹായിച്ച് ഈ സമയം വരെയും ഒരു കുഴപ്പമില്ല. നാളെ എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ അതിനെ എവിടെ പോയാലും സൂക്ഷിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്, അത്യാവശ്യം വേണ്ട സംഗതികളൊക്കെ കൊടുക്കുന്നുണ്ട് എവിടെ ചെന്നാലും. അപ്പം ഇപ്പം ഞാൻ ടെറസിൽ നോക്കിയപ്പോൾ അവിടെ കറ്റാർവാഴയുണ്ട്. ഇത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഇത് നമ്മൾ തലയിൽ തേക്കുന്ന സാധാരണ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ മതി കേട്ടോ. ഈ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തലയിൽ നന്നായിട്ട് മസാജിങ് കൊടുക്കുകയാണെങ്കിൽ ഹെയറിന് നല്ല ബെസ്റ്റ് സാധനം ഇത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത് കേട്ടോ. ചിലപ്പം മറ്റുള്ളവർ അയ്യോ അത് നെഗറ്റീവ് അങ്ങനെ എനിക്ക് ചെയ്തിട്ട് ഉപകാരമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഈ ക്യാപ്സ്യൂള് ചെയ്തിട്ട് എനിക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിന് ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ സാധാ ഗ്ലിസറിനകത്ത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ടിട്ട് സ്കിന്നിൽ തേച്ചിട്ട് അതും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഈ സ്കിന്നൊക്കെ ഒരുമാതിരി എന്താ പറയുന്നത് എണ്ണ മെഴുകിയിരിക്കുന്ന പോലൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ നമ്മൾ സഹിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ ടെറസിൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ എടുത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്നും മെയിനായിട്ട് വേണ്ടത് മസ്റ്റായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാണ്. ഈ പറയുന്ന ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല കേട്ടോ. എല്ലാം നമുക്ക് വേണ്ടതാണ്. ഒന്ന് കറ്റാർവാഴ നല്ലൊരു സാധനം അല്ലേ. അപ്പം കൂടുതലും നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഒരു കറ്റാർവാഴ തൈ നമുക്ക് എവിടെ ചെന്നാലും കിട്ടും അല്ലേ. ഇപ്പം വിലയ്ക്കാണെങ്കിലും കിട്ടും. ഒരു കറ്റാർവാഴ തൈ വെച്ചിട്ട് അതൊരു ചാക്കിനകത്തോട്ട് വെച്ചിട്ട് മണ്ണൊക്കെ എടുത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ അത് അവിടെ നിന്നോളും, വളർന്നോളും. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വേറെ കെമിക്കൽസ് ഒന്നും തന്നെ അതിനകത്തില്ല. അപ്പൊ കറ്റാർവാഴ വേണം. ഞാൻ നോക്കിയപ്പോൾ കറ്റാർവാഴയുണ്ട്, കറ്റാർവാഴ എടുത്തു. പിന്നെ കറിവേപ്പില ഞാൻ ഒരു രണ്ടോ മൂന്നോ തണ്ടെടുത്തു. പിന്നെ എടുത്തത് പനിക്കൂർക്ക ഞാൻ ഒരു 2 ഇതൾ എടുത്തു കേട്ടോ. എനിക്ക് ഇതൊക്കെ നല്ലതെന്ന് തോന്നിയോണ്ട് ഞാൻ എടുത്താണ് പനിക്കൂർക്ക. അപ്പൊ പനിക്കൂർക്ക എടുത്തു. പിന്നെ അപ്പം പിന്നെ തുളസി നല്ലതാ കേട്ടോ. തുളസി വേണം. തുളസി ഉള്ളവർ തുളസി എടുത്തോണം. എനിക്കിവിടെ തുളസി ഇല്ലാഞ്ഞോണ്ട് ഞാൻ തുളസി എടുത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതെല്ലാം കൂടെ പിന്നെ ഒരു പാത്രം എടുത്തു നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ആ കറ്റാർവാഴയുടെ സൈഡിലത്തെ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന്റെ ഇതെടുത്തു, ആ ജെല്ലെടുത്തിട്ട് അതും പനിക്കൂർക്ക കറിവേപ്പില ഇതെല്ലാം കൂടെ പിന്നെ വേറെ എന്തോ ഒന്നും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയത്. തുളസി ഉണ്ടെങ്കിൽ തുളസി ഇടാം കേട്ടോ. ഞാൻ തുളസി ഇല്ലാഞ്ഞോണ്ട് തുളസി ഇട്ടില്ലെന്നേ ഉള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ ഇടിക്കല്ലുണ്ടല്ലോ, ആ ഇടിക്കല്ലെ വെച്ച് നന്നായിട്ടൊന്ന് ഇടിക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് ഇടിച്ച് അത് ഞാൻ അതിന്റെ പിഴിഞ്ഞ് ചാറെടുക്കുക ഒന്നും ചെയ്തില്ല. ഞാൻ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇടിച്ചിട്ട് ഇപ്പം പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട് എണ്ണ ഒരുപാട് വെട്ടിത്തിളക്കിയത്. ഈ എണ്ണ കാച്ചുന്നതിനൊക്കെ ഓരോ രീതികളുണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. എനിക്കതൊന്നും അറിയത്തില്ല. ഞാനപ്പോൾ ജസ്റ്റ് പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒഴിച്ചതിനകത്തോട്ട് ഇടിച്ചു വെച്ച ഫുൾ സാധനം അതിനകത്തോട്ട് ഇട്ടു. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനകത്തോട്ട് ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തു. അപ്പം ലേശം ഒന്ന് എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ആറാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം പതുക്കെ പിഴിഞ്ഞ് എടുത്തതാണ്. അത്യാവശ്യം നല്ല കാച്ചിയ മണമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെട്ടു. കാര്യം ഇതിൽ നിന്ന് നമുക്ക് മുടി കൊഴിഞ്ഞു പോവോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കൊന്നും പേടിക്കാതെ യൂസ് ചെയ്യാം. നമുക്ക് പുറത്തുനിന്ന് നമ്മൾ ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ, ഇതിന്റെ ഹെയർ പിടിക്കും. ഇതെന്നൊക്കെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനം, നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾ. നമുക്കങ്ങനെ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. അപ്പം ഞാൻ ഈ എണ്ണയാണ് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം അത് ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതും ഞാൻ ഹെയറിൽ മസാജ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാനിത് നന്നായിട്ട് നമുക്ക് ചെട കളയുക.
നന്നായിട്ട് ചെടക്ക് കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നടുക്കൂന്ന് ഇങ്ങനെ മുടി എടുത്തിട്ട് രണ്ടായിട്ട് പകന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടാമെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ഈ ചെയറിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ശകലം എണ്ണ എടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തലോട്ടിയിലൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കും. നന്നായിട്ട് നമ്മൾ മസാജിങ് കൊടുക്കണം ഹെയറിന് കേട്ടോ. ഇതുപോലെ നല്ലതുപോലെ മസാജിങ് ഹെയറിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ബ്ലഡ് സർക്കുലേഷനാണ്. നല്ലതായിട്ട് മസാജിങ് ഹെയറിന് കൊടുക്കുക. ഇതുപോലെ നല്ലതായിട്ട് കൊടുക്കുക. നന്നായിട്ട് ചെടക്കൊക്കെ കളഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് മസാജ് കൊടുക്കുക. തിരിഞ്ഞ് മറിയും നമ്മളിങ്ങനെ കമന്നൊക്കെ കടന്ന് നമുക്ക് മസാജിങ് എടുക്കാം. ഞാൻ എൻ്റെ ഹെയർ മസാജിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി ഒന്ന് കാണണം. അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ നന്നായിട്ട് നമ്മുടെ തലോട്ടിയിലാണ് നല്ലതുപോലെ എണ്ണ പിടിക്കണം. അപ്പം അതുപോലെ നമ്മൾ നല്ലതായിട്ട് ഇതുപോലെ മസാജ് ചെയ്യുക. മുടിയുടെ മേള് മുതൽ താഴെ വരെയും നമ്മൾ നല്ലതുപോലെ ചടയൊക്കെ കളഞ്ഞ് ഇതുപോലെ എണ്ണ തേക്കണം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്, അതാണ് ഇങ്ങനെ. അപ്പം നല്ലതായിട്ട് മസാജ് ചെയ്യണം. അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിടന്ന് സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. ഇതുപോലെ നല്ലതുപോലെ അപ്ലൈ ചെയ്തോണം. പുറകിലും മുന്നിലും ഒക്കെ നമ്മുടെ ഈ തലോട്ടിയിൽ ഇവിടെ ഒക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് ഭയങ്കര ആയാസപ്പെട്ടൊന്നും നമ്മൾ തലയോട്ടി മസാജ് ചെയ്യരുത്. സോഫ്റ്റായിട്ട് നമ്മളൊന്ന് തലോട്ടിയിൽ ഇങ്ങനെ മസാജ് ചെയ്യുക. മുന്നിലും പുറകിലും ഇവിടെയൊക്കെ നമുക്ക് നെറ്റിയിലും ഇവിടെ എല്ലാം നമ്മൾ മസാജ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ എണ്ണ എടുത്തിട്ട് മസാജ് ചെയ്യാൻ പോകണം. ഞാൻ ഇപ്പം ഇങ്ങനെ വോയിസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്ന് വോയിസ് കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ടെറസിൻ്റെ മേളിൽ വന്നിട്ട് ടെറസിൻ്റെ അവിടെ വന്നിട്ട് ചെയ്യാമെന്നോർത്ത് ഹെയർ മസാജ് ചെയ്യുക കേട്ടോ. നല്ലതുപോലെ നമ്മൾ നന്നായിട്ട് നമ്മുടെ എണ്ണ നമ്മൾ മസാജ് ചെയ്യുന്ന നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ എത്തണം കേട്ടോ. അതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മസാജ് ചെയ്യുക. നമ്മൾ കമന്ന് കടന്ന് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹെയറിനൊക്കെ നല്ലതാണ്, ഹെയർ ഗ്രോത്തിനും കാര്യത്തിനും ഒക്കെ നല്ലതാണ്. അങ്ങനെ ഹെയർ നന്നായിട്ട് ഓയിൽ ഉപയോഗിച്ച് എണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുക. എനിക്കിത് തലയിൽ തേച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്കെൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് തേച്ചപ്പോൾ നല്ല തണുപ്പാണ്, നല്ല സുഖം നമ്മുടെ തലയ്ക്ക്. ഒരാൾ ആരെങ്കിലും നമുക്ക് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് തരാനും കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്കൊന്ന് ഉറങ്ങാൻ പറ്റും കേട്ടോ. അതുപോലെ നല്ല മസാജിങ് നല്ലതായിട്ട് കൊടുക്കണം കേട്ടോ ഹെയറിന്. അപ്പോൾ ആരെങ്കിലും നമുക്ക് മസാജ് ചെയ്യാനും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ, അങ്ങനെ ഒരാൾ ചെയ്ത് തരാനുണ്ടെങ്കിൽ. അങ്ങനെ മുടിയുടെ എപ്പോഴും നമ്മൾ തലോട്ടി സ്കാൽപ്പ് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, നമ്മുടെ മുടിയുടെ അറ്റവും കൂടെ നോക്കണം കേട്ടോ. അറ്റത്തും കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്ത് അതിനെയൊന്ന് ഇതാക്കിക്കണം കേട്ടോ. നല്ലതായിട്ട് എണ്ണയൊക്കെ തേച്ച് ഞാൻ മുടിയുടെ മേള് മുതൽ താഴെ വരെ നല്ലപോലെ എണ്ണ തേച്ചതിന് ശേഷം നന്നായിട്ട് റൗണ്ട് കെട്ടി വെച്ച് ഞാനൊരു 1 ഹവറെങ്കിലും ഇരിക്കും കേട്ടോ. എനിക്കിപ്പം നീർക്കെട്ടോ അല്ലെങ്കിൽ പിന്നെ പനിയോ ജലദോഷം അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് എനിക്ക് കുറച്ച് മണിക്കൂറുകൾ നേരം എണ്ണ തേച്ച് തലോട്ടിയെ തേച്ച് പിടിപ്പിച്ച് ഇതുപോലെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഹെയർ ഓയിൽ. എൻ്റെ ഹെയർ ഓയിൽ ഏതാണെന്ന് ചോദിച്ചവരോടും കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാമോ എന്നൊക്കെ ഒരു വീഡിയോ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോഴത്തെ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും എനിക്കിപ്പോഴാണ് ഇടാൻ പറ്റിയത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് റൗണ്ടിൽ ഇങ്ങനെ കെട്ടിവെച്ചു. പിന്നെ ഞാൻ പോയി ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പോയി കുളിച്ചു. അപ്പം നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പം പോയി കുളിച്ചു. പിന്നെ ഉണ്ടായിരുന്നു കുറച്ച് എണ്ണ എടുത്തിട്ട് എന്തെടുത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പിരിയത്തേലും ഒക്കെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് തേച്ചിട്ട് ഈ സൈഡിലും ഫ്രണ്ടിലും ഒക്കെ ഒന്ന് തലോട്ടിയിലൊക്കെ തേച്ചിട്ട് നമ്മുടെ പിരിയവില്ലേ പുരികത്തേലും ഒക്കെ ഒന്ന് തേച്ച് കേട്ടോ. പുരികത്തേലും നമ്മുടെ ഐലാഷയിലും ഒക്കെ ഒന്ന് തേച്ചു. അങ്ങനെയൊക്കെ ഒന്ന് തേച്ച് ജസ്റ്റ് ഫ്രണ്ടിലും ഒക്കെ ഒന്ന് തേച്ച് മുടിയൊക്കെ കെട്ടിവെച്ചു. പിന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ്